ഹലോ, ഞാൻ വീണ്ടും വന്ന്. ഇന്നൊരു അവധി ദിവസം കേട്ടോ. രാവിലെ തൊട്ട് മടി പിടിച്ച് നടക്കുകയാണ്. എന്റെ രാവിലെ തൊട്ട് ഡെയിലി റൂട്ടീൻ നിങ്ങളെ കാണിച്ചു തന്നാ ഉണ്ടല്ലോ മക്കളെ, നിങ്ങളും കൂടെ മടിയന്മാരായിപ്പോ. സോ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. നമുക്ക് കൊച്ചു കുട്ടികൾ വരെ ആൾക്കാർ കാണുന്നത് കൊണ്ട് ഞാൻ വളരെ ഡീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഉറക്കം തൂങ്ങി നിൽക്കുന്നൊന്നും എടുക്കുന്നില്ല. രാവിലെ രാവിലെ അപ്പൊ രാവിലത്തെ എഴുന്നേറ്റ് തന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ്. പിന്നെ രാവിലത്തെ ദോശയൊക്കെ ആയിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോ 11:30 പിന്നെ ഇങ്ങനെ ആയി തൂങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്ന് ഉച്ചക്കത്തേക്ക് എന്ത് കറി വെക്കണമെന്ന് ആലോചിച്ചിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങളൊന്ന് ഓർത്തോണം, എന്റെ ഒരു അവസ്ഥ ഓർത്തോണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ പോയിട്ട് ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, തീർന്നല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് മേടിച്ചത് സവാള, ഗിരിഗിരി, ഉരുളക്കിഴങ്ങ് മേടിച്ചു, പപ്പടം, പിന്നെ കൊണ്ടാട്ടം, പിന്നെ തേങ്ങ മേടിച്ചു, പിന്നെ മുട്ട മേടിച്ചു, തൈര് മേടിച്ചു. തൈര് എടുക്കാൻ മറന്നുപോയി ഗൈസ്. പോയി മേടിക്കണം, കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട് ഊണ് നമുക്ക് റെഡിയാക്കാം. ഇത് ഞാൻ വെക്കുന്നത് പോലൊന്നും ആരും കണ്ടു പഠിക്കരുത്. ഇതാണ് എന്റെ തട്ടിക്കൂട്ട് അടുക്കളയാണ്, തട്ടിക്കൂട്ട് പാചകമാണ് ഈ എല്ലാ സാധനങ്ങളും. ഞൊടിയിടയിൽ എല്ലാം ഉണ്ടാക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായിരിക്കും ഇവിടെ നടക്കുന്നത്. പക്ഷെ ഞൊടിയിടയിൽ ഉണ്ടാക്കുന്നതല്ല, വെക്കുന്നതെല്ലാം ഒരു കാട്ടിക്കൂട്ടിലായിരിക്കുമെങ്കിലും പക്ഷെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് ഒരു സമയമാവും. അതെന്താന്ന് എനിക്കറിയത്തില്ല. ചായ ഉണ്ടാക്കാൻ ഞാൻ വൈകും. ചേട്ടൻ പറയും ഒരു ചായ ഇട്ടിട്ട് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പാത്രം എടുത്ത്, ഗ്ലാസ്സുകൾ എടുത്ത്, വെള്ളം വെച്ച്, പാല് വെച്ച്, തേയിലപ്പൊടി ഇട്ട് ചായ ആക്കി കഴിയുമ്പോൾ കുറെ സമയമാവും. പക്ഷെ അതേ സമയത്ത് സന്തോഷനാണ് ചായ ഇടുന്നെങ്കിലുണ്ടല്ലോ, ചായ ഇട്ടിട്ട് വരാന്ന് പറയുന്നത് കേൾക്കാം, സെക്കൻഡുകൾക്കുള്ളിൽ ചായ ഇരുന്നാന്ന് പറഞ്ഞ് വരുന്നേ കാണാം. അതെങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ചില ചേച്ചിമാരൊക്കെ അങ്ങനെ കേട്ടോ, നല്ലതായിട്ട് ചെയ്യുന്ന പിള്ളേരും ഉണ്ട്. എന്നെക്കാൾ ഇളയ പിള്ളേർ 35 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെക്കാൾ ഇളയ പിള്ളേർ വരെ നല്ല സ്മാർട്ടായിട്ട് അടുക്കള കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷെ എനിക്കിതുവരെ അറിയത്തില്ല. എങ്കിൽ കൂടെയും എല്ലാം ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസമേ ഉള്ളൂ എനിക്ക്. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഈ ജോലിയൊക്കെ ആയി പിന്നെ നമ്മൾ വർക്കിന് പോയി തുടങ്ങുമ്പോഴത്തേനും പിന്നെ നമ്മൾ മടിയായി പോകും. അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നെ പോലുള്ള എല്ലാവരും അതുപോലൊക്കെ തന്നെ ആയിരിക്കും. കാരണം വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ നമ്മൾ എക്സ്പേർട്ടാണ്. നമ്മൾ പല കാര്യങ്ങൾ, പാത്രം അവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു, അതെടുക്കുന്നു, വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നു നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കും. പക്ഷെ പണിക്കൊക്കെ പോയി തുടങ്ങിയ, വർക്കിന് പോയി തുടങ്ങിയ പിന്നെ എല്ലാ കാര്യം അവതാളത്തില്ല. അങ്ങനെ ക്ഷീണമാ. രാവിലെ തിങ്കൾ തൊട്ട് ശനി വരെ നമ്മൾ ജോലിക്ക് പോയിട്ട് ഒരു ദിവസം ലീവ് എടുത്തിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായി പോകും. അപ്പം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു 90s കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായ ക്ഷീണമുണ്ട്, എല്ലിന് ബലക്കുറവ്, ദേഹത്തൊക്കെ വേദന, അങ്ങനെയുള്ള പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഉറക്കം വരെ, ക്ഷീണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഭയങ്കര മടിയായി പോയി. പിന്നെ ഇന്നിപ്പോ എന്തായാലും പിള്ളേർക്ക് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറുകയാണ്. ഞാൻ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. പറ്റുവാണെങ്കിൽ വെക്കുന്നതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. സവാള അരിയാനുണ്ട്. പിച്ചാത്തി കൊണ്ടൊക്കെ ഇങ്ങനെ എന്തുവാ അമ്മമാരൊക്കെ ഇങ്ങനെ കണ്ടത്തില്ലയോ? അതുകൊണ്ടാണ് ഇവൻ ജാമ്പവാന്റെ കാലത്ത് സാധനം ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഒത്തിരി ഞാൻ കണ്ട കാലം തൊട്ട് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടെ വന്ന കാലം തൊട്ട് ഇവിടെ ഉള്ളതായിരുന്നു. എന്ത് പാടോ ഇത്? അപ്പോ ഇവരുണ്ടെങ്കിൽ പടപെടാന്ന് കാര്യങ്ങൾ നടക്കും. അമ്മമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളെ ഞാൻ പൂജിക്കും. നിങ്ങളൊക്കെ ഭയങ്കര എക്സ്പെർട്സ് ആണ്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തും. മനസ്സിലായോ? ഉള്ളി അരിഞ്ഞോണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കണ്ണു നീറത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. യോ ശരിയാ, പക്ഷെ ചെറുതായിട്ട് നീറുന്നുണ്ട് കേട്ടോ. അതെ, ഈ ഒരൊറ്റ ഉള്ളി കൂടെ ഉള്ളു സവാള ഗിരി. ആഹാ, എന്റെ ഇഷ്ടടി. അമ്മമാരുടെ കണ്ണു നീറണമെന്ന് മക്കൾ ആഗ്രഹിക്കുവോ? എന്നാലും അമ്മയുടെ കണ്ണു നീർന്നാണ് പോയി രസം ഇല്ലയോ? കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. വീഡിയോ എടുത്തോണ്ട് ഉള്ളി അരി എന്ന് പറഞ്ഞതിലൊന്നും കാര്യമില്ല കേട്ടോ പിള്ളേരെ. എനിക്ക് നേറി ഒരു ഉള്ളി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് പല നാട്ടിൽ പല രീതിയിലായിരിക്കും. കഷ്ണം കഷ്ണം കഷ്ണമായിട്ടായിരിക്കും, ചിലടത്ത് നീളമായിട്ടായിരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് മെഴുക്കോട്ടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല, ക്രഞ്ചി ആയിട്ട്. ആണോ?
പക്ഷെ അങ്ങനെ അച്ഛൻ ഇഷ്ടം. പക്ഷെ എനിക്ക് അങ്ങനെ വരത്തില്ല. ഒരു വട്ടം 2 വട്ടം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നീളത്തില് എടുക്കാൻ പോവാം. ക്രിസ്പി ആവോ കുഴഞ്ഞ് പായസം പോലാവോ എന്നുള്ളത് കഴിക്കും നേരം അറിയാം. ഓക്കെ, അങ്ങനെ കുറെ നേരത്തെ പണിക്ക് ശേഷം, മണിക്കൂറുകളുടെ അംഗത്തിന് ശേഷം ഞാൻ ഒരുക്കിയ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ. പപ്പടം, കൊണ്ടാട്ടം, മുട്ട വറുത്തത്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ഇത് ചമ്മന്തി. ഇത് ഞാന് നാളെ അപ്പം അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ പാലെടുത്തിട്ട് ബാക്കി തേങ്ങ വരുന്നത് കടുക് വറുത്ത് ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് കുഴച്ചൊരു പിടി പിടിച്ചു കഴിഞ്ഞാൽ സമാധാനം. എനിക്ക് കഴിച്ചിട്ട് വരാം. ബൈ ടാറ്റാ.